കൊച്ചി നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ജാമ്യം തേടി രണ്ടാം തവണയാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യ തവണ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ചാണ് ഈ ഹർജിയും പരിഗണിച്ചത്. മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വിശദമായ ജാമ്യ ഹർജിയാണ് ദിലീപിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ജൂൺ 24-നാണ് ദിലീപിന്റെ ആദ്യ ജാമ്യ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. ഇതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞാണ് ദിലീപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യ ജാമ്യ ഹർജിയിന്മേൽ ഗുരുതര പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നത് ദിലീപിന് തിരിച്ചടിയായി. ഇതിനുശേഷം അഭിഭാഷകനായ രാംകുമാറിൽ നിന്നും വക്കാലത്ത് മാറ്റി. തുടർന്ന് മറ്റൊരു സീനിയർ അഭിഭാഷകനായ ബി രാമൻപിള്ളയ്ക്ക് വക്കാലത്ത് നൽകുകയായിരുന്നു. ആദ്യ ജാമ്യാപേക്ഷയിൽ ഗുരുതര പരാമർശമുണ്ടായ സാഹചര്യത്തിൽ ഉടൻ ജാമ്യാപേക്ഷ നൽകേണ്ടതില്ലെന്നായിരുന്നു ദിലീപിന് ബി രാമൻപിള്ള നൽകിയ നിയമോപദേശം. തുടർന്നാണ് 18 ദിവസങ്ങൾക്ക് ശേഷം ദിലീപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷയിലെ പ്രധാന വാദങ്ങൾ ഇവയൊക്കെയാണ്. സിനിമയിലെ ഒരു വിഭാഗം തനിക്കെതിരെ ഗൂഢാലോചന നടത്തി. പൾസർ സുനിയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഫെബ്രുവരി 19-ന് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംഭവത്തിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. ഇത് തനിക്കെതിരെയാണെന്ന് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. 140 സിനിമകളിൽ അഭിനയിച്ച് ജനപ്രിയനായ തന്നെ ഒറ്റ രാത്രി കൊണ്ട് അവർ വില്ലനാക്കി. മൊബൈൽ ഫോൺ നശിപ്പിച്ചുവെന്ന് കണ്ടെത്തി 2 അഭിഭാഷകരെ കേസിൽ പ്രതിയാക്കി. നേരത്തെ ജാമ്യം നിഷേധിക്കാൻ കാരണമായി ഈ സാഹചര്യങ്ങൾ മാറി. സിനിമാ രംഗത്തെ പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടെടുത്തത് ശത്രുക്കളെ ഉണ്ടാക്കി. 2016-ലെ ക്രിസ്മസ് കാലത്ത് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ സമരത്തിലായി. ലിബർട്ടി ബഷീർ സ്വന്തം എന്ന പോലെയാണ് സംഘടന കൊണ്ടു നടന്നത്. തിയേറ്റർ ഉടമ കൂടിയായ താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഫിയോക് എന്ന പേരിൽ പുതിയ സംഘടന ഉണ്ടാക്കി. ഇതേ തുടർന്ന് ലിബർട്ടി ബഷീർ തനിക്കെതിരെ വിഷം തുപ്പാൻ തുടങ്ങി. പരാതിക്കാരിയോ സാക്ഷികളോ കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതുകൂടാതെ DGP ലോക്നാഥ് ബെഹ്റയ്ക്കും ADGP ബി സന്ധ്യയ്ക്കുമെതിരെയും ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ.